വളരെ കൃത്യമാണ്. ശബരിമലയെ ലൂട്ട് ചെയ്യുക, കൊള്ള ചെയ്യുക എന്ന താല്പര്യത്തോടെ തന്നെയാണ്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇതെന്താ, മനുഷ്യന്മാർക്കൊന്നും വിവരമില്ലാത്ത ആൾക്കാരാണ്. ഇത് പാർട്ടിയുടെ താല്പര്യമാണെന്ന്. അദ്ദേഹത്തിന്റെ നാട്ടിൽ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. മലയാളികൾ ശബരിമല പോലെ തന്നെ പുണ്യഭൂമിയായി കരുതുന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് കോടികളുടെ വരുമാനമുണ്ട്. എന്താ ക്ഷേത്രത്തിന്റെ നിലവിലത്തെ സ്ഥിതി? ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള നഗരമധ്യത്തിലെ കെട്ടിടവും കല്യാണ മണ്ഡപവും അടക്കമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്നതിലേക്ക് എത്തിയിട്ടില്ലേ? ഉന്നതങ്ങളുടെ അറിവോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയിട്ടുള്ളത്, കൊടുത്തുവിട്ടത് എന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയെന്ന് പറയുന്നു. ഇവിടെ അറസ്റ്റിലായിരിക്കുന്ന, ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറയുന്നു, ഈ സ്വർണം പൂശണം എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അതായത് ഈ സർക്കാർ ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു ഫയൽ, അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് എത്തിയത് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന് BJP കരുതുന്നുണ്ടോ? സുരേന്ദ്രൻ്റെ പക്കലേക്ക് ഇതിൻ്റെ അന്വേഷണം എത്താതെ പോകാൻ സാധ്യമല്ല. പക്ഷേ എത്തിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം കാണിക്കുന്ന ഈ തരികിട വിദ്യയൊന്നും പിണറായി വിജയൻ്റെ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ശബരിമല വിശ്വാസികൾക്ക്, ശബരിമല അയ്യപ്പൻ്റെ ഭക്തന്മാർക്ക് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ പത്മകുമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സ്വർണ്ണപ്പാളിയല്ല, അത് ചെമ്പാണ്, അത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൈപ്പടയിൽ, അതായത് പത്മകുമാറിൻ്റെ കൈപ്പടയിൽ, മഹസറിൽ അങ്ങനെയാണല്ലോ, റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്, പത്മകുമാറിൻ്റെ കൈപ്പടയിലാണ് ഈ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് വാസുവിൻ്റെ അടക്കം ഉള്ള മൊഴികൾ വെച്ച് നോക്കുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ ഈ പത്മകുമാറിനെ ഒരു ഓർഡിനൻസ് വഴി, നിങ്ങൾ എങ്ങനെയാണ് പത്മകുമാറിനെ കൊണ്ടുവന്നത് എന്നും കൂടി ആലോചിക്കണം. ഞാൻ അതും കൂടി പറയാൻ ആഗ്രഹിക്കുക. CPM ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയുമായിട്ട് ബന്ധമില്ല. കടകംപള്ളിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അതായത് അതിന് സർക്കാരിൻ്റെ അറിവോടെയല്ല ദേവസ്വങ്ങൾ നടക്കുന്നത് എന്നാണ്. പക്ഷേ സർക്കാരിന്റെ ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണ്. അതിൽ ഇന്നത് പൂശണം, സ്വർണ്ണപ്പാളി, പിന്നെ ഇത് ചെയ്യണമെന്നൊന്നും സർക്കാർ അറിയില്ല. ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഫയലും ഭരണസമയത്ത് മുന്നിൽ വന്നിട്ടില്ല. ഇതാണ് കടകംപള്ളി പറഞ്ഞത്. അതെ, ഞാൻ കടകംപള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചുകൊണ്ടാണ് ഞാനും പറയുന്നത്. കടകംപള്ളി പറയുന്നതുമായിട്ട് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് UDF മന്ത്രിസഭയിൽ നിന്ന് LDFൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പം ഏതാണ്ട് ഒരു വർഷം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കാലാവധി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ദേവസ്വം ബോർഡിൽ ആ ഒരു വർഷത്തെ കാലാവധി എടുത്ത് കളഞ്ഞ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ CPM MLA, പത്തനംതിട്ടയിലെ സമുന്നതനായ CPM നേതാവിനെ അവരോധിച്ചതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ് ശബരിമലയെ ലൂട്ട് ചെയ്യുക, കൊള്ള ചെയ്യുക എന്ന താല്പര്യത്തോടെ തന്നെയാണ്. അവിടെ ഞങ്ങൾക്ക് ദേവസ്വവുമായിട്ട് അങ്ങനത്തെ ബന്ധമില്ല, ഡേ ടു ഡേ ദേവസ്വം എടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ ഇപ്പം പറയുന്നത് തക്കട തരികട പരിപാടിയാണ്. അവിടെ പത്മകുമാറിനെ എന്തിനു കൊണ്ടുവന്നു? ഈ ഒരു വർഷം കാലാവധി നിലനിൽക്കുമ്പോൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനുള്ള കാരണമെന്ത്? അത് ആദ്യം പറയണമല്ലോ. അതെന്തിനാ കാരണം? എന്താ ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ? ഞങ്ങൾക്ക് ദേവസ്വം സ്വതന്ത്രമാണ്, ദേവസ്വമെങ്കിൽ സ്വതന്ത്രമായിട്ട് ഭരിച്ചോട്ടെ. സ്വതന്ത്രമായി ഭരിക്കാൻ വേണ്ടി ഒരാൾ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടല്ലോ. ആ ദേവസ്വം പ്രസിഡന്റിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഓർഡിനൻസ് ഇറക്കി ഒരു വർഷം ഇല്ലാതാക്കി വേറൊരാളെ കൊണ്ടുവന്നത് എന്തിന്? അപ്പോൾ വളരെ കൃത്യമാണല്ലോ CPMൻ്റെ സ്വാധീനം. CPM എന്ന് പറയുന്ന പാർട്ടി, മന്ത്രിസഭ, പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ വളരെ ബോധപൂർവമാണ് ഈ പത്മകുമാറിനെ പ്രയാറുമായി ഉണ്ടായ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിന് പിന്നിൽ കാരണമായിട്ടുണ്ട്. താങ്കൾക്കറിയാമല്ലോ. പല പ്രശ്നങ്ങളും കാരണമാവും. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ കടകംപള്ളി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവർ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനമാണ്. അത് സ്വതന്ത്രമായി നടക്കുന്ന തീരുമാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി തീരുമാനിച്ച ഒരാളെ കൊണ്ടുവരുന്നത്? എന്തിനാണെന്ന് ഓർഡിനൻസ് ഇറക്കിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്? അഭിപ്രായ വ്യത്യാസം വേറെ. സത്യസന്ധമാണ് കാര്യങ്ങളെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു നേർരേഖയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അയാളുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ആളെ വെച്ചാൽ പോരെ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇതെന്താ, മനുഷ്യന്മാർക്കൊന്നും വിവരമില്ലാത്ത ആൾക്കാരാണ്. ഇത് പാർട്ടിയുടെ താല്പര്യമാണെന്ന്.
അന്ന് തൊട്ട് തന്നെ ഈ പത്മകുമാറും ഈ വാസുവും ഒക്കെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന കാലഘട്ടം തന്നെ ലൂട്ട് ചെയ്യാൻ വേണ്ടി, ശബരിമലയെ തകർക്കാൻ വേണ്ടി, ശബരിമലയിൽ കൊള്ള ചെയ്യാൻ വേണ്ടി, ശബരിമലയുടെ ആചാരം നശിപ്പിക്കാൻ വേണ്ടി, ശബരിമലയുടെ പ്രസിദ്ധി നശിപ്പിക്കാൻ വേണ്ടി എല്ലാ അർത്ഥതലങ്ങളിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വളരെ 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 ഗൗരവമായ കാര്യമാണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ പാർട്ടി പ്രവർത്തകർ പട്ടുടുത്തുകൊണ്ട് വാള് പിടിച്ചുകൊണ്ട് ചിലമ്പ് അണിഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെയും നാം തടയണം ലേഖനമാണെന്ന്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാഗസിൻ്റെ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മാഗസിൻ്റെ ലേഖനമാണ്. താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. പട്ടുടുത്ത് വാള് പിടിച്ച് ചിലങ്ക ഇട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭരണിക്ക് പോകുന്ന സഖാക്കന്മാരെ തടയണം, അത് സംഘപരിവാറിലേക്കുള്ള വഴിയാണ്. അത് എഴുതി വച്ചിരിക്കുന്നത് അതാണ്. ഇത് തന്നെയാണ് ശബരിമലയുടെയും താല്പര്യം. ശബരിമലയിലേക്ക് കറുത്ത മുണ്ടുടുത്ത ആളുകൾ, ശബരിമലയിലേക്ക് മാലയിട്ട ആളുകൾ, CPM-ൻ്റെ സഖാക്കന്മാരുടെ മറ്റേ പ്രകടനത്തിൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്ന പ്രകടനത്തിൽ കറുത്ത മുണ്ടുടുത്ത ആളുകളുടെ സംഖ്യ കൂടുന്നു എന്ന് പാർട്ടിയുടെ സഖാക്കന്മാർ തീരുമാനിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേറെ ഒരു വഴിയുമില്ല. അതിനെ തകർക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ആ ശബരിമലയുടെ സകലതും നശിപ്പിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പം സംഘപരിവാറുകാർ വെറുതെ പറയുന്നതാണ്, BJP വെറുതെ പറയുന്നതാണെന്ന് പറയും. ഞങ്ങൾ പണ്ട് പറഞ്ഞല്ലോ, ഒരു തരി സ്വർണം പോലും കാണിക്കയായിട്ട് നിങ്ങൾ ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ അത് കൊള്ള ചെയ്ത് കൊണ്ടുപോവാണ്, സാധനം മുഴുവൻ കക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളോട് ചോദിച്ചു. മറ്റേ VD സതീശനടക്കം ഞങ്ങളെ വെല്ലുവിളിച്ചു. അങ്ങനെയൊന്നും ശബരിമലയിൽ നടക്കുന്നില്ല, കാരണം ഈ കൊള്ളയ്ക്കൊക്കെ ഇവന്മാരും കൂട്ടാം, അപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇത് അത്യന്തം കാരണം ഞങ്ങൾക്ക് ചില ഇൻഫർമേഷൻസ് ഉണ്ടെന്നേ. അതിനുള്ളിൽ ഇവരെ ഈ കൊള്ള ചെയ്യുന്നത് കണ്ട് മനം നൊന്ത് പൊട്ടിക്കരയുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ന് ശബരിമലയിൽ നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത്, താങ്കൾ അറിയോ ഗോപികൃഷ്ണ, ഇന്ന് ശബരിമലയിൽ നിന്ന് എത്ര പോലീസുകാരെ എന്നെ വിളിച്ചതെന്ന്? ഞാനിപ്പോൾ അത് വെളിയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ശബരിമലയിൽ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഇന്നലെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയോ നിങ്ങൾക്ക്? ശബരിമലയിൽ ഒരു കാരണവശാലും ഈ ആംഡ് റിസർവ് പോലീസിൽ നിന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയ ഒരാളെയും ശബരിമലയെ കയറ്റാൻ പാടില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തീരുമാനമായിട്ടുള്ളതാണ്, അത് നിയമമായിട്ടുള്ളതാണ്. ഞാൻ നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പ്രസിഡൻ്റാണ്. പക്ഷേ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞവന്മാരെയാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ തല്ലുന്നത്, അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ ചവിട്ടുന്നത്, അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ പിടിച്ച് തള്ളി വലിച്ചു കൊണ്ടുപോകുന്നത്. മാടുകളെ പോലെ. മാടുകളല്ല സർ അയ്യപ്പന്മാർ, മനുഷ്യരാണ്, വിശ്വാസികളാണ്. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവരെ മാടുകളെ തല്ലുന്ന പോലെ തല്ലുകയാണ്. എന്താ കാരണം? ആര് പറഞ്ഞിട്ടാണ്? ആഭ്യന്തര വകുപ്പ് അങ്ങനൊരു സംഭവം കണ്ടാൽ നിർത്തണ്ടേ? അത് നിർത്തുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞങ്ങൾ കൃത്യമായി പറയുന്നു, ശബരിമലയെ തകർക്കണം. അതിൻ്റെ താല്പര്യത്തിൻ്റെ പേരിലാണ് പത്മകുമാറിനെ വിട്ടത്. ആ പത്മകുമാറാണ് അവിടെ പോയിട്ട് സ്വർണം ചെമ്പാക്കിയത്. ആ പത്മകുമാറാണ് അവിടെ പോയിട്ട് ഈ ആചാരവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആരോപിക്കുകയാണ്. അത് ആരോപണമാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം, എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഈ ശബരിമലയിലേക്ക് കേരളീയരെക്കാൾ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ആളുകൾ. കേരളീയരെക്കാൾ കൂടുതൽ പണം കൊടുക്കുന്നത് ശബരിമലയിലെയും ആന്ധ്രയിലെയും ആളുകൾ. ഒരു പരിധിവരെ സംഘപരിവാറുകാരൻ്റെ വാക്കുകളാണ്. അതിനെ നിങ്ങൾ മുഖവിലക്കെടുക്കാൻ ഒരു പക്ഷേ വിഷമമുണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുന്നു, ആന്ധ്രയിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത്. ഇന്ന് ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മതപരിവർത്തനത്തിന് വിഘാതം നിൽക്കുന്നത് ഈ ശബരിമലയാണ്. ശബരിമല നമ്മുടെ വിഷയം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ, അന്വേഷണങ്ങൾ, അത് ആരുടെ അടുത്തേക്ക് പോകുന്നു? അതിൽ ഇനി വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഇതിന്റെ പേരിൽ ഇനി നിയമത്തിന് മുന്നിൽ ആരൊക്കെയാണ് വരാനുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. അല്ലല്ല, താങ്കൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇല്ല, ഞാൻ ശബരിമല അയ്യപ്പൻ്റെ വിഷയം വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ശബരിമല അയ്യപ്പൻ്റെ വിഷയം ജീവിതത്തിൽ ഇന്നുവരെ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരുത്തനാണ് ഞാൻ. ഇന്ന് വരെ അയ്യപ്പനെ കാണാത്ത ഒരു വർഷം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ഭക്തനാണ് ഞാൻ. എനിക്കൊക്കെ അത് കാണുമ്പോൾ സങ്കടമുണ്ട് സാർ. അപ്പം നിങ്ങളെ പോലെയുള്ള മാധ്യമക്കാരോടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതെല്ലാം താങ്കൾക്ക് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറയാം, താങ്കൾക്ക് പ്രതികരണങ്ങൾ ആരായുമ്പോൾ പറയാം. പക്ഷെ ഇപ്പോൾ ഈ ചർച്ചയുടെ ഒരു ദിശ താങ്കൾ മാറ്റിക്കളഞ്ഞു. കാരണം ജയിക്ക് വന്നിട്ടുണ്ട്, നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ജയിക്കിന് പറയാനുള്ളത് എന്താ നമുക്ക് കേൾക്കണം. ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ വളരെ കൃത്യമായി പറയുന്നു.
ഇത് പോകുന്നത് ഞാൻ അതിലേക്ക് തന്നെ വരുന്നു. ഇത് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. മന്ത്രിമാരറിയാതെ, ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡൻറ്റും ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് CPM-ൽ, കോൺഗ്രസ്സിലാണ് ഞാൻ അങ്ങനെ പറയില്ല, CPM-ൽ ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വത്തിലെ ഒരു തൂപ്പുകാരൻ CPM നിർദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അവർ വരെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധം, ആ ബന്ധവും അവരുടെ അറിവുമല്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത അറസ്റ്റ് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്താണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, കേരളത്തിലെ പോലീസുകാർ, ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാരാണ്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇപ്പോൾ ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അതുകൊണ്ട് വലിയ പ്രയോജനം കടകംപള്ളിയിലേക്ക് ഇത് പോകുമെന്നുള്ളത് സംശയമില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മുതൽ, ആ ദിവസം മുതൽ പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർ, ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ, ഇതിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളവർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കും, മുഖം നോക്കാതെ എന്നാണ്. പാർട്ടിക്കോ സർക്കാരിനോ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന നിലയിലാണ് ഈ സംഭവങ്ങളെ പാർട്ടി വിശദീകരിച്ചതും പ്രതിരോധിച്ചതും. പക്ഷെ അതിനുശേഷം N. വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോഴിതാ പാർട്ടിയിലെ ഏറ്റവും ഒരു കറകളഞ്ഞ പാർട്ടി പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു കറകളഞ്ഞ CPM-കാരൻ നമുക്ക് പറയാവുന്ന പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി അടുത്തത് ചോദ്യമുനയിൽ നിൽക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. പത്മകുമാർ പറയുന്നത് സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു മൊഴി നൽകിയെന്നാണ്. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടായതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ കൈമാറാനുള്ള തീരുമാനമുണ്ടായത്. കാരണം ഈ അപേക്ഷ ആദ്യം എത്തുന്നത് വകുപ്പിനാണ്, അവിടെ നിന്നും ഒരു നോട്ട് ദേവസ്വം ബോർഡിനും കിട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതിന് മുകളിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച പാർട്ടിക്കാർ തന്നെ ഇതിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ശ്രീ ജേക്സി തോമസ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ കേസ് സംബന്ധമായിട്ടും ഈ ഇതിൻ്റെ തുടർച്ചയിലുമുള്ള പലവിധ ഡെവലപ്മെൻറ്റുകളുടെ പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സവിശേഷകരമായ ഒരു പുത്തൻ മറുപടി പറയാനില്ല. കാരണം ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മാധ്യമങ്ങളുമായി മുഖാമുഖ ചർച്ച നടത്തിയ ദിവസമാണ്. വാർത്താ സമ്മേളനത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഉപാധിരഹിതമായി ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ SIT-യുടെ അന്വേഷണ സംഘത്തിന്റെ അവരോടൊപ്പമാണ്, അവർ നടത്തുന്ന അന്വേഷണത്തോടൊപ്പമാണ്. ആ ഉപാധിരഹിതമായ അന്വേഷണത്തോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഈ ചർച്ച അങ്ങ് സൂചിപ്പിച്ചല്ലോ, ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ CPM സ്വീകരിച്ച നിലപാട് ഇങ്ങനെയായിരുന്നില്ലേ? ഇപ്പോഴതാ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ലേ? അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാത്തത് അങ്ങനെയാണല്ലോ അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു പ്രസക്ത ഭാഗം. അങ്ങ് ആ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ കേരളത്തിലെ UDF-ന്റെയും BJP-യുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അതിന്റെ മുഖങ്ങളായി, സ്പോക്സ് പേഴ്സണായി ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉയർത്തിയ ചോദ്യം എന്തായിരുന്നു? ഈ അന്വേഷണ സംഘം എവിടേക്കും എത്താൻ വേണ്ടി പോകുന്നില്ല, ഇത് സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണ സംഘമായി ഇത് പ്രവർത്തിക്കില്ല. ഈ നിലയിലായിരുന്നു പല ആളുകളും, ഞാനിപ്പോൾ ആരെയും വ്യക്തിപരമായി പേരെടുത്ത് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിട്ടാണല്ലോ ഇത്തരം സംവാദങ്ങളിൽ എല്ലാവരും പങ്കെടുക്കാറുള്ളത്. അപ്പോൾ കേരളത്തിൽ BJP ആവട്ടെ UDF ആവട്ടെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടെ വന്നിരുന്ന എല്ലാ ആളുകളും പറഞ്ഞത് ഈ അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിന്റെ രീതിയെയും വിമർശിച്ച് ഇതൊരിക്കലും സത്യസന്ധമായ നിലയിൽ നടത്തപ്പെടാൻ പോകുന്നില്ല എന്ന് അതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴെവിടേക്ക് എത്തിയിരിക്കുന്നു? ഇപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടല്ലേ, അതായത് ഈ കാര്യത്തിൽ ആരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഉദ്യോഗസ്ഥരാകട്ടെ, ഈ പറയുന്ന പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ള ആളുകളാകട്ടെ, ആരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റു ചെയ്തവർക്ക് നേരെ SIT-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശക്തവും സമഗ്രവുമായി നീങ്ങണമെന്നും ആ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളോടൊപ്പം സർവാത്മന സഹകരിക്കാനാണ് കേരളത്തിലെ CPM അഥവാ ഇടതുപക്ഷം തയ്യാറാകുന്നതെന്നും അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് വീണ്ടും ഊട്ടിയുറപ്പിച്ച് പറയുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ SIT-യെ വിമർശിക്കാനല്ലല്ലോ തയ്യാറാക്കുന്നത്, SIT-യോടൊപ്പം അങ്ങനെ തന്നെയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അന്വേഷണത്തോടൊപ്പം കൂടുതൽ കരുത്തോടുകൂടെ അന്വേഷണം സത്യസന്ധമായ നിലയിൽ മുന്നോട്ടേക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ച്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ പരിശോധന നടത്തും. കർശനമായ നടപടികളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങും.
ആരുടെ വാക്കാണ്? ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ ആദ്യമായി പറയുന്ന കാര്യമല്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞ വാചകങ്ങളാണ്, അതിന്റെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ പോലും ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ടേക്ക് പോകട്ടെ. അന്ന് മുതൽ ഇന്ന് വരെ ഈ വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഇത്രയും വലിയൊരു കൊള്ള, ഇത്രയും വലിയൊരു വീഴ്ച, ഇത്രയും വലിയൊരു തട്ടിപ്പ് ഈ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ട് സർക്കാരിന്റെ ഒരു സംവിധാനത്തിനും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിർബാധം തുടരുകയായിരുന്നു എന്നർത്ഥം. ഇപ്പോഴും നമുക്കറിയില്ല യഥാർത്ഥത്തിൽ അന്ന് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളികൾ എവിടെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഈ അന്വേഷണം ഓരോ ഘട്ടങ്ങളിലായി പുരോഗമിക്കുമ്പോൾ അതിൽ ഇടനില നിന്നവർ, അതിൽ കാരണക്കാരായവർ, അതിന് ഒത്താശ ചെയ്തവർ, ഇതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഇതിൻ്റെ ഭാഗമായി നിന്നവരുടെയൊക്കെ തനിനിറം, അവരുടെയൊക്കെ ചെമ്പ് തെളിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ജയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ, സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു നയമേ ഉള്ളൂ എന്നത് വിശ്വസിക്കാം എന്നിരിക്കെ, ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലായ N വാസുവിനെ കുറിച്ച് പറഞ്ഞത് സത്യസന്ധനായ ആൾ എന്നാണ്. പക്ഷേ ആ അഭിപ്രായം തനിക്കില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്കൊരു വിരുദ്ധാഭിപ്രായം, ഒരേ സംഭവത്തിലെ വിരുദ്ധാഭിപ്രായം നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും ഭരണസമയത്ത് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല, ബോർഡിൻ്റെ തീരുമാനങ്ങൾ ബോർഡിൻ്റേത് മാത്രമാണ്, സ്വർണം പൂശണമോ വേണ്ടയോ എന്ന കാര്യമൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി, പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സർക്കാരിൽ നിന്നൊരു നോട്ട് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ തട്ടിപ്പല്ല, ഈ വലിയ തട്ടിപ്പിൽ കണ്ണികളായി പ്രവർത്തിച്ചവർ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതങ്ങ് മേൽത്തട്ട് വരെ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, തട്ടിപ്പുകാരെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്നാണ് ജയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ കേരളത്തിൽ ഇതിന് സമാനമായ മറ്റ് തട്ടിപ്പുകൾ, ഇപ്പൊ ഞാൻ ആരുടെയും പേരെടുത്ത് മറ്റ് പരാമർശങ്ങളിലേക്ക് പോകുന്നില്ല, ചർച്ചയുടെ തുടർച്ചയിൽ അത്തരം ചോദ്യങ്ങളിലേക്കും പറച്ചിലേക്കും പോകണമെങ്കിൽ നമുക്ക് ആവുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ BJP-യുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ബഹുമാനീയനായ BJP-യുടെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ നാട്ടിൽ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. മലയാളികൾ ശബരിമല പോലെ തന്നെ പുണ്യഭൂമിയായി കരുതുന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് കോടികളുടെ വരുമാനമുണ്ട്. എന്താ ക്ഷേത്രത്തിന്റെ നിലവിലത്തെ സ്ഥിതി? ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള നഗരമധ്യത്തിലെ കെട്ടിടവും കല്യാണ മണ്ഡപവും അടക്കമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്നതിലേക്ക് എത്തിയിട്ടില്ലേ? ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുമാര സഹോദരന്മാർ UDF-ന്റെ നേതാക്കന്മാരായിരിക്കെ നടത്തപ്പെട്ട കൊള്ള ഈ ശബരിമലയിൽ തന്നെ ഉണ്ടായിട്ടില്ലേ? അവരോടൊക്കെ ഇവർ സ്വീകരിച്ച സമീപനമല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. UDF-ന്റെ സംഘം നടത്തിയ ക്ഷേത്രക്കൊള്ളയും BJP-യുടെ സംഘം നടത്തിയ ക്ഷേത്രക്കൊള്ളയും അവർ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനും അവർക്ക് പ്രമോഷൻ നടത്താനും, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, പത്തനംതിട്ടയിലെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയതിന്റെ പേരിൽ പിടികൂടപ്പെട്ട BJP നേതാവ്, പോലീസ് കേസ് വന്നു. അദ്ദേഹത്തെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള BJP നേതാവായി അദ്ദേഹത്തെ വളർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കൊള്ള നടത്തുന്ന ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് കൊള്ള നടത്തുന്ന UDF BJP സംഘങ്ങളോട് അവർ സ്വീകരിച്ച സമീപനമായിരിക്കില്ല CPIM സ്വീകരിക്കുന്നത്. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് കൊള്ള നടത്തുന്നവരെ സംരക്ഷിക്കുന്ന UDF BJP സംഘത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം ഞങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും തെറ്റിന്റെ അല്ലെങ്കിൽ അപഭ്രംശത്തിന്റെ അഴിമതിയുടെ ഒരു ലാഞ്ചന ഉണ്ടായിട്ടുണ്ടോ അവരെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് ആവർത്തിച്ചൂട്ടി ഉറപ്പിച്ച് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഒരു തെറ്റിനെയും സംരക്ഷിക്കുന്ന UDF BJP സമീപനം CPIM നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകില്ല. അവിടെയാണ് നിലപാടിന്റെ പ്രസക്തി. അതാണ് എനിക്ക് ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നത്. പിന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും അന്വേഷണ സംഘത്തെയും ഇപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ട സീൽഡ് കവറിൽ കോടതി സമക്ഷം ഈ SIT സമർപ്പിക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ, ആ വിവരങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ ഞാനാണല്ല. പക്ഷേ എന്താണ്, ആ വിവരങ്ങളിലേക്ക് ഇപ്പോൾ ഒരു ചർച്ചയിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയുമോ? അത് കോടതിയുടെ സമക്ഷം ഇരിക്കുന്ന കാര്യമല്ലേ. അക്കാര്യത്തിൽ മാധ്യമങ്ങളോടടക്കം കോടതി ചില നിർദ്ദേശങ്ങൾ ജയ്ക്ക് ചർച്ചയ്ക്ക് പോകണ്ട. ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണ്, ആദ്യം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്, പിന്നെ ഉദ്യോഗസ്ഥരായി, പിന്നെ അതിന് മുകളിലുള്ള N വാസുവായി, പിന്നെ അതിന് മുകളിലുള്ള പത്മകുമാറായി, ഇപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരുന്നു. ഇതിനെ ഇനിയും നിങ്ങൾ ഇത് വരട്ടെ അന്വേഷിച്ച് വരട്ടെ എന്നതാണോ നിലപാട്? അതല്ല ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തരവാദിത്വം വകുപ്പിനുണ്ടായിരുന്നു, സർക്കാരിനുണ്ട് എന്ന് പറയേണ്ടതല്ലേ? അത് പറയാത്തത് എന്താണെന്നാണ് ജയ്ക്ക് ഞാൻ ചോദിക്കുന്നത്. ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്?
തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ഇപ്പോൾ അങ്ങ് ആ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് ഈ സൂചിപ്പിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അത്തരം ആളുകൾ അവരെ ആരെങ്കിലും സംരക്ഷിക്കും, അവരാരും തെറ്റുകാരല്ല, അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായോ? കേരളത്തിലെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ CPIMന്റെ വിവിധ താരങ്ങൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതൃപദവി അലങ്കരിക്കുന്ന ആരെങ്കിലും തയ്യാറായോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൊടുക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റുകളോടൊപ്പം ഞങ്ങളില്ല, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ആ ഗുഡ് സർട്ടിഫിക്കറ്റുകളെ തള്ളിക്കളയുകയും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളോടൊപ്പം സമഗ്രവും സധൈര്യവുമായി ഇനിയും മുന്നോട്ട് എന്ന ഉറപ്പാർന്ന പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നു. അതല്ലേ